MG യൂണിവേഴ്സിറ്റിയുടെ ഓൾഡ് സിലബസിലെ ക്രിട്ടിക്കൽ തിങ്കിങ് അക്കാദമിക് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ എന്ന ഇംഗ്ലീഷ് പേപ്പർ, അതിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിന്റെ പാർട്ട് എയില് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസർ ഓൾ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് വൺ ഓർ ടു സെന്റൻസ് ഈച്ച് എന്ന് പറയുന്നുണ്ട്. 1-2 വാചകത്തിൽ ഓരോന്നിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 1 മാർക്കിന്റെ സെക്ഷനാണ് ഈ കാണുന്നത്. എന്താണ് ലോജിക്കൽ ഫാലസി? എ ലോജിക്കൽ ഫാലസി ഈസ് ആൻ എറർ ഇൻ റീസണിങ്. എല്ലാ ഫാലസികളും അങ്ങനെ തന്നെയാണ്, എറർ ഇൻ റീസണിങ് ആണ്. യുക്തിഭദ്രമല്ലാത്ത വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതിനെയാണ് ഫാലസി എന്ന് പറയുന്നത്. അപ്പൊ വാദമുഖം ഉന്നയിക്കുന്നതിലെ പിഴവിനെയാണ് ഫാലസി എന്ന് പറയുന്നത്. നമ്മുടെ ചോദ്യം ഫാലസി എന്താണെന്നല്ല, മറിച്ച് ലോജിക്കൽ ഫാലസി എന്താണെന്നാണ്. അപ്പൊ പലതരം ഫാലസികളിൽ ഒരു തരം ഫാലസിയാണ് ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നത്. സോ ഫാലസി ഓഫ് ആംബിഗിറ്റി, അങ്ങനെ പലതും ഉണ്ട്. ലോജിക്കൽ ഫാലസിയിലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോജിക്കൽ എറർ ഇൻ റീസണിങ് ആണ്, അല്ലെങ്കിൽ റീസണിങ്ങിലെ എറർ വരുമ്പോഴാണ് അതിനെ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നത്. ദാറ്റ് മേക്സ് ആൻ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ഓർ മിസ്ലീഡിങ്. അപ്പോൾ നമ്മുടെ വാദമുഖം വിലയില്ലാത്തതോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമോ ആണ് എന്ന് പറഞ്ഞ് ചവറ്റുകുട്ടയിൽ എറിയേണ്ടി വരുന്നു. അത് തന്നെ, അതിന് വിലയില്ല എന്നർത്ഥം. അങ്ങനെ ലോജിക്കൽ ഫാലസികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റീസണിങ്, യുക്തിഭദ്രമല്ലാത്ത രീതിയിൽ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ സംഭവിക്കുന്ന ഫാലസി അല്ലെങ്കിൽ വാദമുഖത്തിന്റെ പിഴവിനെയാണ് നമ്മൾ ലോജിക്കൽ ഫാലസി എന്ന് പറയുക. ഇറ്റ് ഈസ് എ ഫ്ലോ ഇൻ ദ ലോജിക് ഓർ റീസണിങ് പ്രോസസ്. നമ്മളുടെ റീസണിങ് പ്രോസസ്സിന്റെ യുക്തിഭദ്രമല്ലാത്ത ചിന്ത അതാണല്ലോ, അതിന്റെ പിഴവാണ്. ദാറ്റ് ക്യാൻ ലീഡ് ടു ഇൻകറക്റ്റ് കൺക്ലൂഷൻസ്. അത് ചിലപ്പോൾ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന തരത്തിലുള്ള വാദമുഖങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് എന്നർത്ഥം. അതിന് ആർഗ്യുമെന്റിൽ സ്ഥാനമില്ല. സോ ടൈപ്സ് ഓഫ് ലോജിക്കൽ ഫാലസി, പലതരം ലോജിക്കൽ ഫാലസികളുണ്ട്. അഡ്ഹോമിനം എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫാലസി ഉണ്ട്. അറ്റാക്കിംഗ് ദ പേഴ്സൺ റാദർ ദാൻ ദ ആർഗ്യുമെന്റ്. ഒരു വാദമുഖത്തില്, ഒരു ഡിബേറ്റില് അത് വാദമുഖം ഉന്നയിച്ച വ്യക്തിയെ പേഴ്സണലായി എതിർക്കുകയല്ല വേണ്ടത്, ശരിക്കും അയാൾ പറഞ്ഞ വാദമുഖത്തെ ഖണ്ഡിക്കുകയാണ് വേണ്ടത്. അതിനു പകരം ആ വ്യക്തിയെ എതിർക്കുന്ന തരത്തിലുള്ള ഫാലസിയെ പറയുന്നതാണ് ഫാലസി ഓഫ് അഡ്ഹോമിനം എന്നാണ് പറയുന്നത്. മറ്റൊന്ന് സ്ട്രോമാൻ ഫാലസി. എന്താണ് സ്ട്രോമാൻ ഫാലസി? മിസ്റെപ്രസെന്റിങ് ഓർ എക്സാജറേറ്റിംഗ് ദ ഒപ്പോസിംഗ് ആർഗ്യുമെന്റ്. നമ്മുടെ എതിരാളിയുടെ വാദമുഖത്തെ തെറ്റിദ്ധരിപ്പിക്കുകയോ പെരുപ്പിച്ചു കാണിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള വാദമുഖത്തെയാണെന്ന് പറയുന്നത് സ്ട്രോമാൻ ഫാലസി എന്ന് പറയുന്നത്. എന്താണ് അതായത് നമ്മൾ വയലിലൊക്കെ കാക്കയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വൈക്കോല് കൊണ്ട് ഒരു മനുഷ്യനെ ഉണ്ടാക്കി വെക്കും, ഒരു സ്ട്രോമാൻ ഉണ്ടാക്കി വെക്കും. വാസ്തവത്തിൽ യഥാർത്ഥത്തില് ഒരു തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിയാണ്, യഥാർത്ഥ മനുഷ്യനല്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഒരു യഥാർത്ഥ ആർഗ്യുമെന്റ് പറയുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, തെറ്റിദ്ധാരണാജനകമായ അല്ലെങ്കിൽ ഒരു വാദമുഖം ഉന്നയിക്കുന്ന രീതി, അത് ലോജിക്കൽ ഫാലസിയുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടതാണ്. അഡ്ഹോമിനം പോലെ തന്നെയുള്ള ഒരു ലോജിക്കൽ ഫാലസിയാണ് സ്ട്രോമാൻ ഫാലസി. അതുപോലെ തന്നെയുള്ള ഒരു ലോജിക്കൽ ഫാലസിയാണ് ഫാൾസ് ഡിലമ എന്ന ഫാലസി. എന്താണ് ഫാൾസ് ഡിലമ എന്ന ഫാലസി? പ്രസന്റിങ് ഓൺലി 2 ഓപ്ഷൻസ് വെൻ ദർ ആർ മോർ. 4 ഓപ്ഷൻസ് മുന്നിലുള്ളപ്പോൾ വെറും 2 എണ്ണം മാത്രം പറഞ്ഞിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ശരിവയ്ക്കൂ എന്നും പറയുന്ന തരത്തിലുള്ള കാര്യമാണ്. കാരണം അത് രണ്ടും നമുക്ക് ശരിവയ്ക്കാൻ മനസ്സില്ല, വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്താണ്, പക്ഷേ വാദമുഖം ഉന്നയിക്കുന്ന ആരും പറയുകയാണ് നിങ്ങൾ ഇതാണ് എടുക്കുന്നത് അതാണ് എടുക്കുന്നത്, നമ്മൾ അത് രണ്ടും എടുക്കുന്നില്ല, 3ാമതൊരെണ്ണമാണ് നമുക്കുള്ളതെങ്കിൽ. അപ്പൊ ഫാൾസ് ഡിലമ എന്നുള്ള ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ലോജിക്കൽ ഫാലസിയുടെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടതാണ്. അടുത്താണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത്, അതും ലോജിക്കൽ ഫാലസിയുടെ കൂട്ടത്തിലുള്ളതാണ്. അസ്യൂമിങ് എ ചെയിൻ ഓഫ് ഈവൻസ് ദാറ്റ് വിൽ ഒക്കർ വിതൗട്ട് എവിഡൻസ്. തെളിവുകളൊന്നുമില്ലാതെ ഒരു ചെയിൻ ഓഫ് ഈവൻസ് സംഭവിക്കുകയാണെങ്കിൽ അതാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല ഒന്നിനും, പക്ഷെ ഒന്നിനു പിറകെ ഒന്നായ രീതിയിൽ ഒരു പരമ്പരയായിട്ടുള്ള ശൃംഖലയായിട്ടുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തു പറയുന്നത്, സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്ന് പറയുന്നത്. വേറൊന്ന് അപ്പീൽ ടു അതോറിറ്റി, യൂസിങ് അതോറിറ്റി ആസ് ദ സോൾ ബേസിസ് ഫോർ ആൻ ആർഗ്യുമെന്റ്. ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുന്നതിന് ഏക അടിസ്ഥാനം എന്ന് പറയുന്നത് അത് പറയാൻ തനിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ്. അങ്ങനെ പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല, കാരണം അധികാരമുള്ള വ്യക്തിക്ക് തെറ്റുപറ്റാൻ പാടില്ല എന്നില്ലല്ലോ. സോ അപ്പീൽ ടു ദ അതോറിറ്റി എന്നതും ലോജിക്കലി നമുക്ക് ശരിയായ ഒരു വാദമുഖമാണെന്ന് പറയാൻ സാധിക്കില്ല. ഇതൊക്കെ ലോജിക്കൽ ഫാലസികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ഈ 5. നമുക്ക് ഇവിടെ നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല, നമ്മളോട് ആകെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ലോജിക്കൽ ഫാലസി എന്ന് മാത്രമാണ്. നമ്മുടെ റീസണിങ്ങിന് നിരക്കാത്ത യുക്തിഭദ്രമായ വാദമല്ല എന്നതെല്ലാം ലോജിക്കൽ ഫാലസി എന്ന രീതിയിൽ പറയാൻ സാധിക്കും. എക്സാമ്പിൾ പറയുന്നുണ്ട്, യു ആർ റോങ് ബിക്കോസ് യു ആർ എ ഡെമോക്രാറ്റ്.
നിങ്ങൾ പറയുന്നത് തെറ്റാണ്, കാരണം നിങ്ങളൊരു ഡെമോക്രാറ്റ് ആണ്. നമുക്കറിയാം അമേരിക്കയിലെ ഡെമോക്രാറ്റ്, റിപ്പബ്ലിക്കൻ എന്നിങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളാണ്. നിങ്ങളൊരു ഡെമോക്രാറ്റ് ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നതിൽ കാര്യമില്ല ഉണ്ടോ? അപ്പോൾ ഡെമോക്രാറ്റിന് ശരിയായ കാര്യം പറഞ്ഞുകൂടെ? അപ്പോൾ നിങ്ങൾ റിപ്പബ്ലിക്കൻ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നതിലും വാദമുഖം ശരിയല്ല. അതൊക്കെ അഡ്ഹോമിനം എന്ന് പറയുന്ന ഒരു ഫാലസിയാണ്. എന്താണ് അഡ്ഹോമിനം എന്ന് നമ്മൾ പറഞ്ഞു, ആ വ്യക്തിയെ ആണ് അവിടെ കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ ഡെമോക്രാറ്റ് ആണ്, അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുന്ന വ്യക്തിയാണ് കുറ്റം പറയുന്നത്. നിങ്ങൾ ആരാണ് എന്ന് തന്നെയാണ് ദോഷം, അല്ലാതെ ആർഗ്യുമെന്റ് നിങ്ങൾ പറഞ്ഞ വാദമുഖത്തിന്റെ ശരി തെറ്റുകളിലേക്ക് കടക്കുന്നില്ല. ഇനി അതുപോലെ തന്നെയാണ് വേറൊരെണ്ണം ഉദാഹരണം. ഇഫ് വി അലൗ സെയിം സെക്സ് മാരേജ്, നെക്സ്റ്റ് വി വിൽ ഹാവ് ടു അലൗ പീപ്പിൾ ടു മാരി അനിമൽസ്. ഒരു വ്യക്തി മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ് ആണ്, നമ്മൾ ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ മൃഗങ്ങൾ തമ്മിലുള്ള കല്യാണവും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന്. ഇത് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസിയാണ്, ചെയിൻ ഓഫ് ഈവൻസ്. ഇത് ഇങ്ങനെ ആയാൽ അടുത്ത ഘട്ടം ഇങ്ങനെ പോകും, അത് കഴിഞ്ഞാൽ പിന്നത്തെ ഘട്ടം ഇങ്ങനെ പോകും എന്നുള്ള ചെയിൻ ഓഫ് ഈവൻസ് മുന്നോട്ട് നിരത്തി വെച്ചിട്ട് ഇത് ഇങ്ങനെ ആയാൽ അടുത്തത് അങ്ങോട്ടായിരിക്കും പോക്ക് എന്ന് ഇപ്പോഴേ ഗസ് ചെയ്ത് മുൻകൂട്ടി അങ്ങനെ പറയുന്ന സ്ലിപ്പറി സ്ലോപ്പ് ഫാലസിയാണ്. അത് ലോജിക്കലി അത് യുക്തിക്ക് നിരക്കുന്നില്ല എന്നർത്ഥം. ഇനി എന്തായാലും ലോജിക്കൽ ഫാലസികൾ പ്രധാനമാണെന്ന് പറയുന്നതിന്റെ കാരണം, ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ വിമർശന ചിന്തയിൽ പ്രധാനമാണെന്ന് പറയുന്നതിന്റെ കാരണം, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ, ഫലപ്രദമായ ആശയവിനിമയം നടക്കണമെങ്കിൽ, ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ വാദമുഖങ്ങളും എല്ലാം ശരിയായിരിക്കണം, യുക്തിഭദ്രമായിരിക്കണം. ബൈ ഐഡന്റിഫൈയിങ് ആൻഡ് അഡ്രസ്സിങ് ഫാലസീസ്. അപ്പോൾ ഫാലസി ഒരാൾ പറയുന്നതിലെ പിഴവ് അത് കണ്ടെത്താനായിട്ട് കഴിവ് നമുക്ക് ഉണ്ടാവുക, എന്നിട്ട് അതിനെ തിരുത്തുക. അത് എന്ത് ഫാലസിയാണത് അതിൽ വന്നിരിക്കുന്ന പിഴവെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവുക. ഇതൊക്കെ പ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സ്ട്രെങ്തൻ അവർ ആർഗ്യുമെന്റ്സ്. നമ്മുടെ വാദമുഖങ്ങളെ ശക്തിപ്പെടുത്താനും ബലപ്പെടുത്താനും നമുക്ക് കഴിയും. ആൻഡ് മേക്ക് മോർ ഇൻഫോംഡ് ചോയ്സസ്. കൂടുതൽ ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സ്, കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞുള്ള ചോയ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്തത്, വാട്ട് ആർ പ്രൊപ്പോസിഷൻസ്? എന്താണ് പ്രൊപ്പോസിഷൻസ്? പ്രൊപ്പോസിഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ഷോസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രൊനൗൺ. ഒരു നൗൺ, നാമം, അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ, അവ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വാക്കുകളാണ് പ്രൊപ്പോസിഷനുകൾ എന്ന് പറയാം. ഇൻ, ഓൺ, അറ്റ്, ഫ്രം, ടു, ബിറ്റ്വീൻ, ബിയോണ്ട്, എമംഗ്, അണ്ടർ, ഓവർ, ഇതൊക്കെ പ്രൊപ്പോസിഷനുകളാണ്. അപ്പൊ ഒരു നൗണും പ്രോനൗണും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നൗണും മറ്റൊരു വാക്കുകളും തമ്മിലുള്ള, അതർ വേർഡ്സും തമ്മിലുള്ള ബന്ധം, ഒരു വാചകത്തിൽ ഇൻ എ സെന്റൻസ് ടിപ്പിക്കലി ഇൻഡിക്കേറ്റിംഗ് എ ലൊക്കേഷൻ. ചിലപ്പോൾ ഒരു സ്ഥലം പറയാൻ വേണ്ടി അറ്റ് എറണാകുളം, അറ്റ് എന്ന് പറയാറില്ലേ, അതൊരു ലൊക്കേഷൻ സൂചിപ്പിക്കാനാവാം. ചിലപ്പോൾ ടൈം പറയാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ, തെക്കോട്ട്, വടക്കോട്ട്, അല്ലെ, ടു, അല്ലെ, ടു ദ സൗത്ത്, ടു ദ നോർത്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഡയറക്ഷൻ പറയാനായിട്ട്, ദിക്ക് പറയാനായിട്ട്, അല്ലെങ്കിൽ ടൈം അറ്റ് 10 o'clock, അറ്റ് 11 o'clock എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ് എന്നൊക്കെ പറയാറില്ലേ. അപ്പോ ഇങ്ങനെ ഉള്ള വാക്കുകളാണ് പ്രൊപ്പോസിഷനുകൾ. പ്രൊപ്പോസിഷൻസ് ആർ വേർഡ്സ് ദാറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ നൗൺ ഓർ പ്രൊനൗൺ ആൻഡ് അതർ വേർഡ്സ്. നൗണും പ്രോനൗണും മറ്റു വാക്കുകളും നമ്മളുടെ ബന്ധം സൂചിപ്പിക്കുന്ന വാക്കുകളാണ് പ്രൊപ്പോസിഷൻ. പ്രത്യേകിച്ച് ഒരു വാചകത്തിൽ ഒരു ഉദാഹരണമായിട്ട് പറയാൻ ലൊക്കേഷനെ സൂചിപ്പിക്കാൻ അറ്റ് ഉപയോഗിക്കുന്നു, ടൈമിനെ സൂചിപ്പിക്കാൻ നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നു, ഡയറക്ഷനെ സൂചിപ്പിക്കാൻ ഇൻ അല്ലെങ്കിൽ ടു എന്നൊക്കെ ഉപയോഗിക്കുന്നു. നോക്കുക ഇനി എക്സാമ്പിൾസ്, കോമൺ പ്രൊപ്പോസിഷൻസ് എക്സാമ്പിൾസും കൂടി വേണമെങ്കിൽ പറയാം. ഇൻ, ഓൺ, അറ്റ്, ബൈ, വിത്ത്, ഫ്രം, അണ്ടർ, ഓവർ, എബവ്, ടു ഒക്കെ നമുക്ക് പറയാം. ഇനി ബിഫോർ, ആഫ്റ്റർ ഒക്കെ പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻസ് ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് ഹൗ ഡിഫറെന്റ് എലമെന്റ്സ് ഇൻ എ സെന്റൻസ് ഇന്ററാക്ട്. ഒരു വാചകത്തിലെ ഡിഫറെന്റ് എലമെന്റ്സ് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. 1 മാർക്കിന്റെ ചോദ്യമാകുമ്പോൾ ഈ റെഡ് ലൈനിലുള്ള ഒരൊറ്റ ഉത്തരം മാത്രം മതിയാവും, വേണമെങ്കിൽ 2 ഉദാഹരണവും പറയാം. ഇനി അടുത്ത 3ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഡിഫൈൻ MLA ഫോം ആൻഡ് APA ഫോം. MLA ഫോർമാറ്റും APA ഫോർമാറ്റും നോക്കുക. അക്കാദമിക് റൈറ്റിംഗിൽ നമ്മൾ ചിട്ടപ്പെടുത്തി എഴുതണമെന്നുണ്ട്. ഒരു സൈറ്റേഷൻ, നമ്മൾ ഒരാളുടെ പുസ്തകത്തിൽ നിന്ന് ഒരു കൊട്ടേഷൻ എടുത്ത് പറയുമ്പോൾ ഇത് ആരുടെ പുസ്തകത്തിൽ നിന്ന് എടുത്ത കൊട്ടേഷനാണ്, ഏത് പുസ്തകത്തിൽ നിന്ന്, ഏത് വർഷം പബ്ലിഷ് ചെയ്ത, പ്രിന്റ് ചെയ്ത പുസ്തകമാണ്, അല്ലാണ്ട് ഇല്ലാത്ത പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ അടയാളപ്പെടുത്തി പോകാൻ പാടില്ല. അപ്പൊ സൈറ്റേഷൻ, കൊട്ടേഷനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയാണെങ്കിൽ ആധികാരികത ഉറപ്പുവരുത്താൻ സാധിക്കും. നമ്മുടെ റൈറ്റിങ്ങിന് ക്രെഡിബിലിറ്റി ഉണ്ടാകും, ആക്യുറസി വർദ്ധിക്കും, നമ്മളെ വിശ്വസിക്കും ആൾക്കാർ. എവിഡൻസോട് കൂടിയാണ് നമ്മൾ എഴുതുന്നത്, അതിനുവേണ്ടിയാണ്. അപ്പോൾ ആ സൈറ്റേഷൻ എങ്ങനെ, ഏത് പുസ്തകത്തിൽ നിന്നാണ്, അതെങ്ങനെ എഴുതി ചേർക്കും, അതിന് ലോകം അംഗീകരിച്ചിട്ടുള്ള 2 രീതികളാണ് പ്രധാനമായിട്ട്. ഒന്ന് MLA ഫോമാണ്, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ. ലാംഗ്വേജിന്റെ കാര്യത്തിൽ വലിയ ഒരു സംവിധാനമാണ് MLA, മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, നമുക്ക് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, ലിറ്ററേച്ചറിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, ആർട്സ് വിഷയങ്ങളിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, നിങ്ങൾ
അതിന്റെ സൈറ്റേഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്ത ആ സോഴ്സ്, അപ്പൊ ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ള അതിനെ പറഞ്ഞ സോഴ്സ്, ആ സോഴ്സ് വ്യക്തമാക്കേണ്ടത്, സൈറ്റ് ചെയ്യേണ്ടത് ഈ രീതി ആയിരിക്കണം. ആ ഓതറുടെ ലാസ്റ്റ് നെയിം ആദ്യം എഴുതണം, അത് കഴിഞ്ഞിട്ട് ഓതറുടെ ഫസ്റ്റ് നെയിം എഴുതണം, അത് കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ എഴുതണം. പുസ്തകത്തിന് ഒരു പേരുണ്ടാവുമല്ലോ, എല്ലാ പുസ്തകത്തിനും പബ്ലിഷ് ചെയ്യുന്നതിന് ഒരു കവർ പേജിൽ ഒരു പേരിട്ടുണ്ടാവും, ടൈറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഫുൾ സ്റ്റോപ്പ് അടക്കം വേണേ ലാസ്റ്റ് നെയിം കോമ ഫസ്റ്റ് നെയിം ഫുൾ സ്റ്റോപ്പ് ടൈറ്റിൽ ഫുൾ സ്റ്റോപ്പ് സിറ്റി കോളൻ. കോളൻ എന്ന് പറഞ്ഞാൽ 2 കുത്താണ്, സെമി കോളൻ അല്ല കോളൻ ആണ് കേട്ടോ. സിറ്റി ഉണ്ടാ നടുഭാഗം കഴിഞ്ഞ് ഇനി ബാക്കി 3 കാര്യങ്ങൾ അപ്പുറത്തേക്ക് ഉണ്ട്. അതൊക്കെയാ പബ്ലിഷർ കോമ ഇയർ ഫുൾ സ്റ്റോപ്പ് പ്രിന്റ് ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ. എന്നാ ഏത് പബ്ലിക്കേഷൻ ആണ് പുസ്തകം, ഓക്സ്ഫോർഡ് പബ്ലിക്കേഷൻ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പബ്ലിക്കേഷൻ ആണോ അല്ലേ എന്ന് പബ്ലിഷർ, പിന്നെ ഇയർ, അത് പബ്ലിഷ് ചെയ്ത വർഷം ഏതാണ്, പിന്നെ അത് എൻ്റെ എത്രാമത്തെ പ്രിന്റ് ആണ്, ഫസ്റ്റ് പ്രിന്റ് ആണോ സെക്കൻഡറി പ്രിന്റ് ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇത്രയും കാര്യങ്ങൾ MLA ഫോമിൽ എഴുതണം എന്നാണ് പറയുന്നത്. എന്നിട്ട് വേണം നമ്മൾ ആ കൊട്ടേഷൻ സൈറ്റ് ചെയ്യാനായിട്ട് ഒരു പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയോ കാര്യങ്ങളോ എടുത്തെഴുതാൻ. ഇനി വേറൊരു ലോകത്തിലെ APA ഫോം എന്ന് പറഞ്ഞൊരു ഫോം കൂടിയുണ്ട്. അത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ആണ്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്ന ഫോർമാറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്, അത് സോഷ്യൽ സയൻസ് വിഷയങ്ങൾക്ക്, എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക്, പിന്നെ ബിസിനസ്സിനൊക്കെ APA ഫോമിൽ സൈറ്റേഷൻ കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ഇങ്ങനെയാണ് സോഷ്യൽ സയൻസ് സംബന്ധമായ വിഷയങ്ങൾക്ക്, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾക്ക്, ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് APA ഫോമിൽ സൈറ്റേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ലാസ്റ്റ് നെയിം കോമ ഫസ്റ്റ് നെയിം ദെൻ ഇയർ, ലാസ്റ്റ് നെയിം കോമ ഫസ്റ്റ് നെയിം, അത് കഴിഞ്ഞ് ഇയർ, ദെൻ ടൈറ്റിൽ, ദെൻ പബ്ലിഷർ. ഈ രീതിയിലാണ് നമുക്ക് എഴുതാൻ കഴിയുക. അടുത്തത് വാട്ട് ഈസ് സർവേ. എന്താണ് സർവേ? ഇൻ റിസർച്ച് എ സർവേ ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ. ഡാറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് സർവേ. ബൈ ആസ്കിങ് ഇൻഡിവിജ്വൽസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, വ്യക്തികളോട് ഒരു പരമ്പരയായുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദിയർ ആറ്റിറ്റ്യൂഡ്സ്, വ്യക്തികളോട് അവരുടെ മനോഭാവത്തെ കുറിച്ച് ഇൻഫർമേഷൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ബിഹേവിയേഴ്സ്, അവരുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് അഭിപ്രായം ചോദിക്കാനുണ്ട്. ഡെമോഗ്രാഫിക്സ്, അവരുടെ ജനസംഖ്യാപരമായ കാര്യങ്ങളെ കുറിച്ച്, ആണെത്ര പെണ്ണെത്ര അല്ലെ, കുട്ടികളെത്ര, വിദ്യാഭ്യാസമുള്ളവരെത്ര, ജോലി ചെയ്യുന്നവരെത്ര, സർക്കാർ ഉദ്യോഗമുള്ളവരെത്ര, തുടങ്ങിയ കണക്കുകളൊക്കെ ശേഖരിക്കാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ വരുന്ന കണ്ടിട്ടില്ല. ഇതൊക്കെ സർവേയാണ്. ഡെമോഗ്രാഫിക് കണക്കുകൾ ശേഖരിക്കാൻ, ഓർ അതർ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സവിശേഷതകൾ ശേഖരിക്കാനായിട്ടും സർവേ നടത്താവുന്നതാണ്. അപ്പോൾ സർവേ എന്ന് പറഞ്ഞാൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഏർപ്പാടാണ്. ഇൻ റിസർച്ച് സർവേ ഈസ് എ മെത്തേഡ് ഓഫ് കളക്ടിങ് ഡാറ്റ, ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏർപ്പാടാണ്. ബൈ ആസ്കിങ് ഇൻഡിവിജ്വൽസ്, വ്യക്തികളോട് ചോദിച്ചുകൊണ്ടാണ്. എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, പരമ്പരയായിട്ടുള്ള ചോദ്യങ്ങളും, ചിലപ്പോൾ അതിനുവേണ്ടി ഒരു ചോദ്യാവലി തന്നെ, ക്വസ്റ്റ്യനെയർ തന്നെ പ്രിന്റ് ചെയ്തിട്ട് തയ്യാറാക്കാം. എന്തിനാണ്? ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദർ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവത്തെക്കുറിച്ച്, അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ജനസംഖ്യാപരമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒക്കെ എന്ത് ചെയ്യും, സർവേ നടത്താം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഈഗോസെൻട്രിസം എന്നാണ്. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ചിന്താഗതിയാണ് അല്ലേ. അത് തന്നിലൂടെ മാത്രം, തന്റെ കാഴ്ചപ്പാടിലൂടെ മാത്രം ലോകത്തെ നോക്കിക്കാണുന്നതാണ്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഒരു എമ്പതിയോടുകൂടി കാണാനായിട്ട് കഴിയാത്ത വ്യക്തികളാണ് ഈഗോസെൻട്രിസം കൂടുതലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് എമ്പതി ലിമിറ്റഡ് ആയിരിക്കും. സ്വന്തമായി ചെയ്ത കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പറയും, എക്സാജറേറ്റ് ചെയ്ത് പറയും. എക്സാജറേറ്റ് ആയിട്ടുള്ള സെൽഫ് ഇമ്പോർട്ടൻസ്, ഞാൻ ചെയ്ത കാര്യം അതെന്റെ കാലത്താണ് ചെയ്തത് എന്നൊക്കെ പറയും. മറ്റുള്ളവരെ അംഗീകരിച്ചു കൊടുക്കാനോ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കാനോ തയ്യാറാത്ത ആളുകളുടെ ഏർപ്പാടാണ്. ഈഗോസെൻട്രിസം ഈസ് എ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്, ഒരു മനഃശാസ്ത്രപരമായ സങ്കല്പമാണ്. ദാറ്റ് റെഫേഴ്സ് ടു ദ ടെൻഡൻസി ഓഫ് ഇൻഡിവിജ്വൽസ്, ചില വ്യക്തികൾക്കുള്ള ടെൻഡൻസിയാണ്. എസ്പെഷ്യലി ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്, പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ളതാണ്. കുട്ടികളുടെ കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യം അവർക്ക് കേൾക്കേണ്ട. അവരുടെ കാഴ്ചപ്പാട് വളരെ ചെറുതാണ്, ഇടുങ്ങിയതാണ്, അതുകൊണ്ട് അവർക്ക് വിശാലമാകാൻ സാധിക്കില്ല. ആൻഡ് അഡോളസൻസ്, ചില കൗമാരപ്രായക്കാർക്കുണ്ടാവും. അവര് ആണ് സംഭവം എന്നുള്ള ചിന്താഗതി. ടു വ്യൂ ദ വേൾഡ് ഫ്രം ദെയർ ഓൺ പെർസ്പെക്റ്റീവ്, അവരുടെ കാഴ്ചപ്പാടിൽ കൂടി അവർ ലോകത്തെ നോക്കി കാണുള്ളൂ. ഓഫൺ വിത്ത് ആൻ എക്സാജറേറ്റഡ് സെൻസ്, പ്രത്യേകിച്ച് മിക്കപ്പോഴും ഒരു പെരുപ്പിച്ച് കാണിക്കപ്പെടുന്ന സെൻസിലൂടെയാണ്, ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. ഇനി ഇതാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ആർട്ടിക്കിൾസ് എന്താണെന്നുള്ളതാണ്. എന്താണ് ആർട്ടിക്കിൾസ്? നമുക്കറിയാം, എ, ആൻ, ദ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആർട്ടിക്കിൾസ് ആയിട്ട് പറയുന്നത്. ആർട്ടിക്കിൾസ് എന്താണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എയും ആനും എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും TH ഇതാ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നുമാണ്. എയും ആനും എന്തെന്നാ പറയുന്നത്? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. TH ഇതാ എന്താണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എങ്ങനെയാ പറയുന്നത്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ദ. ദ ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ സ്പെസിഫിക് നൗൺ that has already been mentioned or is easily identifiable. നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടി രണ്ടാം തവണ പരാമർശിക്കുമ്പോൾ, സെക്കൻഡ് തവണ പരാമർശിക്കുമ്പോൾ, സെക്കൻഡായി മെൻഷൻ ചെയ്യുമ്പോൾ ദ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇനി അല്ലെങ്കിൽ
എയും ആന ഉപയോഗിക്കുന്ന ഒരു എന്ന അർത്ഥത്തിൽ കൗണ്ടബിൾ നൗണിന്റെ കൂടെ ഒരു എന്ന് ഉപയോഗിക്കുന്നു, ഒരെണ്ണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. നോൺ സ്പെസിഫിക് നൗൺ ഓർ എ നൗൺ ദാറ്റ് ഹാസ് നോട്ട് ബീൻ മെൻഷൻഡ് ബിഫോർ, ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പറയാനായിട്ടൊക്കെ ഉപയോഗിക്കും. ഇനി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഏതാണെന്നാ പറഞ്ഞത്? ദായാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദായാണ്. അതിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദായുടെ ഉപയോഗങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ദ ബുക്ക് ഓൺ ദ ടേബിൾ ഈസ് മൈൻ, ആ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകം എന്റേതാണ്. ഇതൊരു ഉദാഹരണമാണ് ദാ ഉപയോഗിക്കുന്നത്.